2025 ജാനുവരിയിലെ മികച്ച വിജയമായി നിൽക്കുന്ന രേഖാചിത്രത്തിൽ ആസിഫ് അലിയുടെയും അനശ്വര രാജിന്റെയും ഒക്കെ അഭിനയം വാഴ്ത്തപ്പെടുന്നത് പോലെ തന്നെ നെഗറ്റീവ് റോളിൽ തിളങ്ങിയ ഒരു നടിയുണ്ട്. പുഷ്പ എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അഭിനയിച്ച സെറിൻ ഷിഹാബിനെ പോലെ തന്നെ ആ റോളിന്റെ നെഗറ്റിവിറ്റി ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഥാപാത്രത്തിന്റെ വൃദ്ധവേഷം അവതരിപ്പിച്ച ആ നടിക്ക് കഴിഞ്ഞു. അവരുടെ പേരാണ് സലീമ. മലയാള സിനിമ സലീമയെ അടയാളപ്പെടുത്തിയ ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു. വളരെ കുറച്ചു മലയാള ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അത് തന്നെ ധാരാളം മലയാള സിനിമയ്ക്ക് സലീമയെ ഓർക്കാൻ. അല്പം ഉയർന്ന പുരികമുള്ള ആരണ്യകത്തിലെ അമ്മിണി എന്ന പെൺകുട്ടിയെയും അവൾ പാടി നടന്ന പാട്ടും മലയാള സിനിമയ്ക്ക് മറക്കാൻ കഴിയില്ല. ജനിച്ചു വീണത് തന്നെ ഒരു സിനിമാ കുടുംബത്തിൽ. 300-ലധികം തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ച ഗിരിജയാണ് അമ്മ. മുത്തശ്ശിയും അഭിനയത്തിൽ കഴിവ് തെളിയിച്ചയാൾ. കുഞ്ഞുനാളിൽ അമ്മയ്ക്കൊപ്പം ലൊക്കേഷനുകളിൽ എത്തുമ്പോൾ ബാലതാരമായി അഭിനയിക്കാൻ സിനിമാ പ്രവർത്തകർ നിർബന്ധിച്ചിരുന്നു. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഭിനയത്തിലേക്ക് കടക്കാവൂ എന്നതായിരുന്നു അമ്മയുടെ വാശി. അങ്ങനെ തുടക്കത്തിൽ സിനിമയിലേക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം തന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നീട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു. എന്നാൽ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം മോഹൻലാലിനൊപ്പമായിരുന്നു. 1985 ഇറങ്ങിയ ഞാൻ പിറന്ന നാട്ടിൽ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ പേരായി അഭിനയിച്ചു. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ നക്ഷത്രങ്ങളിലെ ഊമ പെൺകുട്ടിയായ ലക്ഷ്മിയെ മലയാളികൾ ഏറ്റെടുത്തു. MTയുടെ തിരക്കഥയിൽ ഹരിഹരൻ ഒരുക്കിയ ചിത്രത്തിൽ അവരുടെ അനുഗ്രഹത്തോടെ തന്നെ സലീമയും ഭാഗമായി. നക്ഷത്രങ്ങളിൽ മോനിഷയ്ക്ക് ലഭിച്ച അവാർഡ് സലീമ അവതരിപ്പിച്ച ലക്ഷ്മിക്ക് ലഭിക്കേണ്ടിയിരുന്നതാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അത്രത്തോളം മികച്ചതായിരുന്നു ചിത്രത്തിലെ സലീമയുടെ അഭിനയം. ഇതിനിടയിൽ നിറമുള്ള രാവുകൾ എന്ന ചിത്രം വിജയിക്കാതെ പോയത് സലീമയുടെ കരിയറിലെ തന്നെ ഒരു ക്ഷീണമായിരുന്നു. കുറുക്കൻ രാജാവിൽ ചെയ്ത രാജിയുടെ വേഷം സാധാരണ സലീമ ചെയ്യുന്ന വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതിൽ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയായാണ് സലീമ എത്തിയത്. സലീമയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷം ആരണ്യകത്തിലെ അമ്മിണി തന്നെയാണ്. അമ്മിണിയുടെ ചിന്തകളും ഒറ്റയ്ക്കുള്ള വർത്തമാനങ്ങളും എല്ലാം മലയാളികൾ ആസ്വദിച്ചു. ജീവിതത്തിൽ തന്നെ ചേർത്ത് പിടിച്ച ആ ഒരാൾ നഷ്ടപ്പെടുന്നതിന്റെ വേദന മറ്റാരോടും പറയാൻ കഴിയാതെ നിസ്സംഗയായി നിൽക്കുന്ന അമ്മിണി മലയാളികൾക്ക് എന്നും ഒരു നൊമ്പരമായി മാറി. പിന്നീട് നായികാവേഷത്തിലല്ലെങ്കിലും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങളുടെ ഭാഗമാകാൻ സലീമയ്ക്ക് കഴിഞ്ഞു. വന്ദനത്തിൽ നെടുമുടി വേണുവിന്റെ ശിഷ്യയായി എത്തിയത് സലീമയാണെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് മലയാളികൾക്ക് വിശ്വസിക്കാനാകില്ല. അതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും തീർത്തും മറ്റൊരു രൂപത്തിലായിരുന്നു ചിത്രത്തിലെ സലീമയുടെ അപ്പിയറൻസ്. എന്നാൽ മലയാള സിനിമയിൽ സലീമയെ പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. അമ്മയുടെയും മുത്തശ്ശിയുടെയും മരണത്തെ തുടർന്ന് അഭിനയത്തിൽ നിന്നും വ്യത്യസ്തമായ മേഖലയായ ബിസിനസ്സിലേക്ക് സലീമ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.